അയോധ്യ ഭൂമി തർക്ക കേസിൽ സുപ്രീം കോടതി മധ്യസ്ഥതയ്ക്ക് തീരുമാനമെടുത്തിരിക്കുന്നു. ഹരീഷ് സുപ്രീം കോടതിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഹരീഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഹരീഷ്, കേൾക്കാമോ? ആനന്ദ്, സുപ്രീം കോടതി അന്ന് കഴിഞ്ഞ ദിവസം തന്നെ 45 മിനിറ്റോളമായിരുന്നു ഈ കേസിൽ തന്നെ, അതായത് അയോധ്യ കേസുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥതയ്ക്ക് വിടണമോ എന്നുള്ള വിഷയത്തിൽ 45 മിനിറ്റാണ് വാദം കേട്ടത്. അത് നല്ല രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോഴും പ്രധാനമായി തന്നെ സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ സുപ്രീം കോടതി ഈ വിഷയത്തിൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് മധ്യശാസ്ത്രമായി മുന്നോട്ട് പോകാൻ തന്നെയാണെന്ന് അന്നത്തെ വാദപ്രതിവാദത്തിൽ മനസ്സിലായിരുന്നു. പക്ഷേ വാദപ്രതിവാദത്തിൽ എന്തൊരു തീരുമാനത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യങ്ങൾ ഇത് വലിയ വിഷയമാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചത്. ഇത് വൈകാരികവും അതുപോലെ തന്നെ മതപരമായ വിഷയമാണ്. DY ചന്ദ്രചൂഡ് അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിലെ വ്യക്തിയായി ജസ്റ്റിസ് തന്നെ ചൂണ്ടിക്കാണിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കേസ് എങ്ങനെ ഒത്തുതീർപ്പാക്കാം, എല്ലാം തന്നെ എങ്ങനെ ഒരു മുറിവുണക്കാം എന്നുള്ള കാര്യമാണ് സുപ്രീം കോടതി നോക്കുന്നത്. അന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. SA ബോബ്ഡെ ആയിരുന്നു അഞ്ചംഗ ബെഞ്ചിൽ തന്നെ. SA ബോബ്ഡെ പല നിരീക്ഷണങ്ങളും ഈ അയോധ്യ കേസ് നടത്തിയിരുന്നത് ശ്രദ്ധേയപരമായ കാര്യം തന്നെയാണ്. അദ്ദേഹം അന്ന് പറഞ്ഞിരിക്കുന്നത്, നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ എങ്ങനെ സമൂഹത്തിലെ മുറിവുണക്കാം എന്നാണ് സുപ്രീം കോടതി നോക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അയോധ്യ കേസിന്റെ വിധി പറഞ്ഞാൽ ഉണ്ടാവുന്ന പ്രത്യാഘാതങ്ങളും മറ്റു വിഷയങ്ങളെല്ലാം തന്നെ വ്യക്തമായി സുപ്രീം കോടതിക്ക് ബോധ്യമുണ്ട്. എങ്ങനെ ബാക്കിയുള്ള ഇന്ത്യ ജനങ്ങളെ മുറിവുണക്കാം, എങ്ങനെ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കാം എന്ന തീരുമാനത്തിലേക്കായിരുന്നു സുപ്രീം കോടതി വാദപ്രതിവാദങ്ങൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോയതും. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ഒരു സമിതിയെ എത്ര കമ്മിറ്റി പാനൽ നിയോഗിക്കണം, അതിന് വേണ്ട വ്യക്തികളുടെ പേരുകൾ കക്ഷികൾ തന്നെ കേസുമായി ബന്ധപ്പെട്ട കക്ഷികൾ സുപ്രീം കോടതി സമർപ്പിക്കാൻ വേണ്ടി കോടതി ഉത്തരവിട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കക്ഷികളെല്ലാം തന്നെ പേരുകൾ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ഇപ്പോൾ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. അയോധ്യ കേസിൽ മീഡിയേഷൻ അല്ലെങ്കിൽ മധ്യചർച്ചകൾക്ക് പ്രാധാന്യമുണ്ട്. മധ്യചർച്ചകൾ നടത്തുന്നതിൽ ഒരു തെറ്റുമില്ല. അതിന് നിയമവശങ്ങളെല്ലാം തന്നെ ശരിയാണെന്നൊരു കാര്യമാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നിലവിൽ തന്നെ 3 അംഗ പാനലാണ് ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. ഹരീഷ്, ദയവായി ഒരു നിമിഷം തുടരുക. ഇപ്പോൾ അഡ്വക്കേറ്റ് MR അഭിലാഷ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അഭിലാഷ്, എങ്ങനെയാണ് ഈ കാര്യങ്ങളെ രാജ്യത്തിനോട് താങ്കൾക്ക് ഇപ്പോൾ വിശദീകരിക്കാനാവുക? വളരെ സങ്കീർണമായ, അതിനുമപ്പുറം വൈകാരികമായ ഒരു പ്രശ്നമാണ് ഇതെന്ന് കോടതി തന്നെ മനസ്സിലാക്കുന്നു. വളരെ സ്വാഗതാർഹമായ ഒരു നടപടിയാണ്. വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ശ്രമമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. രാംലാല എന്ന് പറയുന്ന DT ഒരു പാർട്ടിയാണ് ഈ കേസിൽ. അദ്ദേഹം, അതായത് DT ഇതിനെ എതിർത്തത് മൂലം മീഡിയേഷനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്ന് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്രയും വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു ശ്രമമാണ് സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത്. ഈ മീഡിയേഷൻ പാനലിന്റെ കോമ്പോസിഷൻ തന്നെ അത് വ്യക്തമാക്കുന്നു. ജസ്റ്റിസ് ഖലീഫുള്ളയും ശ്രീ രവിശങ്കറും ശ്രീരാം പഞ്ചു എന്ന് പറയുന്നത് ഇന്ത്യയിലെ മീഡിയേഷൻ എന്ന് പറയുന്ന ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസത്തിന്റെ തന്നെ പയനിയർ ആണ് അദ്ദേഹം. സുപ്രീം കോടതിയുടെ മീഡിയേഷൻ സെന്റർ തന്നെയും സ്ഥാപിച്ചത് അദ്ദേഹത്തിന്റെ അസിസ്റ്റൻസോട് കൂടിയാണ്. അപ്പൊ അങ്ങനെ ഈ ഒരു ഡൊമൈനിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള ഒരാളെ കൂടെ ഈ പാനലിൽ ഉൾപ്പെടുത്തി സമൂഹത്തിലെ വിവിധ താല്പര്യങ്ങളുടെ പ്രതിഫലനം കൂടെ ഈ ഒരു പാനലിൽ നമുക്ക് കാണാൻ കഴിയും. വളരെ ആത്മാർത്ഥമായിട്ടുള്ള ശ്രമമാണ്. എന്നിരുന്നാൽ തന്നെയും 2010 അലഹബാദ് ഹൈക്കോടതിയിൽ നടത്തപ്പെട്ട ശ്രമം പരാജയപ്പെടുകയുണ്ടായി. പക്ഷെ അത് അഭിഭാഷകരെ ജഡ്ജിമാരുടെ ചേംബറിൽ വിളിച്ച് ചർച്ച നടത്തി ഇതൊരു സമവായത്തിൽ എത്തിക്കാനുള്ള ആ ഒരു കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു മീഡിയേഷൻ ശ്രമമാണ് അന്ന് പരാജയപ്പെട്ടത്. 2017 ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള കെഹാർ അദ്ദേഹം സ്വയം ഇനിഷ്യേറ്റീവ് എടുത്ത് സ്വയം വേണമെങ്കിലും മീഡിയേഷൻ നടത്താം, ഞാൻ വേണമെങ്കിലും ചെയ്യാം എന്ന രീതിയിൽ അദ്ദേഹം പറയുകയുണ്ടായി. അതും ഫലപ്രാപ്തിയിലെത്തിയില്ല. അത് മുന്നോട്ട് ആ ഒരു നടപടിയുമായിട്ട് പോകാൻ കഴിഞ്ഞില്ല. അപ്പൊ 2010 ശ്രമം വളരെ വ്യക്തമായി പരാജയപ്പെട്ടതാണ്. ഈ 3 കക്ഷികളില് രാംലാല ഇപ്പോഴും എതിർത്താണ് നിൽക്കുന്നത്. പക്ഷെ ഈ രീതിയിൽ സമൂഹത്തില് വളരെയധികം സ്വാധീനമുള്ള വ്യക്തികളുടെ എല്ലാം ഇടപെടലിന്റെ ഭാഗമായി ഈ നിലപാടുകളിൽ നിന്നും മാറാനുള്ള ഒരു സൗമനസ്യം എതിർപ്പുള്ള കക്ഷി കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇത് സമരസതയോടുകൂടി പരിഹരിക്കപ്പെട്ടേക്കാം. സെക്ഷൻ 89 CPC പറയുന്നത് ഈ രീതിയിലുള്ള ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസംസ് എക്സ്പ്ലോർ ചെയ്യണമെന്നാണ്. അപ്പോ അന്തിമ ഹിയറിംഗിനും വിധിക്കും മുമ്പ് ഇത് എക്സ്പ്ലോർ ചെയ്തിട്ട് പിന്നീട് വ്യവഹാര തീരുമാനത്തിലേക്ക് കടക്കാം എന്നുള്ള ഒരു ചിന്തയിലാണ് സുപ്രീം കോടതിയെ ഈ ഒരു ഉത്തരവിലേക്ക് നയിച്ചത്. വിധി നിർണയത്തിൽ എപ്പോഴും ഒരു വിന്നറും ഒരു ലൂസറും ഉണ്ടാകാം. എന്നാൽ മധ്യസ്ഥതയിൽ എല്ലാവർക്കും വിൻ വിൻ എന്ന ഒരു സിറ്റുവേഷനിലേക്ക്
കാര്യം കൊണ്ടുചെന്ന് എത്തിക്കുവാൻ കഴിയും. ഇതൊരു സിവിൽ ഡിസ്പ്യൂട്ട് ആണെങ്കിൽ തന്നെയും രാജ്യത്തിന്റെ മതേതരത്വത്തിനും അതുപോലെ തന്നെ മാനവിക മൂല്യങ്ങൾക്കും ഒക്കെ വളരെയധികം പ്രസക്തിയുള്ള ഒരു വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ട് വളരെ ചർച്ച നടത്തപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പൊ അതിന്റെ സിഗ്നിഫിക്കൻസ് അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് ഇതൊരു വിശ്വാസത്തിന്റെ വിഷയം കൂടി ആയതുകൊണ്ടും കൂടിയാണ് കോടതി ഈ രീതിയിൽ മീഡിയേഷനിലേക്ക് വിരൽ ചൂണ്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു നടപടി സ്വാഗതം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ്, താങ്കൾ ഒരു സാധാരണക്കാരനും ഒപ്പം നിയമം അറിയാവുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ആ നിലയിൽ ചോദിക്കുകയാണ്, നമ്മുടെ രാജ്യത്തിനെ ആകെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വൈകാരികമായി സ്വാധീനിക്കുന്ന ഒരു വലിയ വിഷയമാണിത്. പല ഘട്ടങ്ങളിലൂടെ ഈ വിഷയം കടന്നുപോയതുമാണ്. ഒരു കൂട്ടം ആശങ്കകളും അതിന്റെ അടിസ്ഥാനമായി ഒരു വലിയ വൈകാരികതയും ഇതിൽ നിലനിൽക്കുന്നുണ്ട്. നിയമപരമായി ഈ മധ്യസ്ഥത താങ്കൾ പറയുന്നത് പോലെ ഒരു വിൻ വിൻ സാധ്യതയാണ്. ഒരു ലൂസറും വിന്നറും ഇല്ലാതെ ഒരു 50-50 ചാൻസിൽ എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തുക എന്നൊരു വലിയ ശ്രമം മാതൃകാപരമാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ. പക്ഷേ ഇതിന്റെ സാധ്യത എന്താണ് താങ്കൾ കാണുന്നത്? മാധ്യമങ്ങൾക്ക് പോലും അതിന്റെ വിലക്കുകൾ വരുന്നു. ഒരു പക്ഷേ അത് വൈകാരികമായി കൂടുതൽ ചർച്ച ചെയ്ത് വഷളാക്കുന്ന രീതിയിൽ പോകാതിരിക്കാനായിരിക്കണം. പക്ഷേ ഇതിന്റെ സാധ്യത എങ്ങനെ താങ്കൾ കാണുന്നു? അത്രയും സങ്കീർണമാണല്ലോ അഭിലാഷ് ഈ വിഷയം, അതുകൊണ്ട് ചോദിക്കുന്നതാണ്. അതിനെ മൂന്ന് കക്ഷികളിൽ ഒരു കക്ഷി എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ മീഡിയേഷൻ ഇനീഷ്യേറ്റീവിന് സാധ്യത കുറവ് തന്നെയാണ് എന്ന് നാം പറയേണ്ടതായിട്ട് വരും. പക്ഷെ എന്നിരുന്നാൽ തന്നെയും സമൂഹത്തിൽ വളരെ സ്വീകാര്യതയുള്ള ഒരു മതനേതാവുണ്ട്. അതുപോലെ തന്നെ മീഡിയേഷനിലെ ഏറ്റവും വലിയ എക്സ്പേർട്ട് ഉണ്ട്. സുപ്രീം കോടതിയിലെ തന്നെ ഒരു ജഡ്ജി ആയിരുന്ന ആളുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ സാധ്യതകൾ നാം പൂർണ്ണമായിട്ടും നിരാകരിക്കേണ്ട. ലെറ്റ്സ് ഹാവ് ഫെയ്ത്ത് ഇൻ ദ പ്രോസസ്. അതിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഒരു നല്ല രീതിയിൽ ഇത് പരിഹരിക്കപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മളൊരു പരമ്പരാഗത പരിപ്രേക്ഷണത്തിൽ കാണുകയാണെങ്കിൽ ഒരു കക്ഷി ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചതുകൊണ്ട് അതിന് ഔട്ട്കം ഒന്നും ഉണ്ടാവില്ല, സക്സസ് ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. പക്ഷേ ഇത് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. വളരെയധികം നന്ദി. തീർച്ചയായും എം ആർ അഭിലാഷ്, താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു വലിയ മാതൃകാപരമായ ഒരു സന്ദേശം കൂടിയാണ് രാജ്യത്തിന് മുന്നിൽ പരമോന്നത കോടതി വച്ചിട്ടുള്ളത്. ഏതായാലും വിവിധ മേഖലകളിൽ ഏറ്റവും പ്രാഗൽഭ്യമുള്ള ആളുകളെ തന്നെ അതിലേക്ക് ഉൾപ്പെടുത്തുന്നു. ആ പാനൽ തന്നെ അത്തരമൊരു സന്ദേശം നൽകുന്നുണ്ട്. അവർക്കതിൽ നിർണായകമായ ഒരു തീരുമാനം പ്രശ്നങ്ങളില്ലാതെ വൈകാരികമായി ആരെയും മുറിവേൽപ്പിക്കാതെ എടുക്കാൻ കഴിയും എന്ന ശുഭാപ്തി വിശ്വാസം പരമോന്നത കോടതി മുന്നോട്ട് വയ്ക്കുന്നു. ഹരീഷ്, അങ്ങനെ തന്നെയല്ലേ അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ് പ്രതികരിച്ചതുപോലെ അത്രയും ആത്മാർത്ഥമായ ഒരു ഇടപെടൽ പരമോന്നത കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇതുപോലൊരു സങ്കീർണമായ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ കരുതണ്ടേ? എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ ഹരീഷ് സൂചിപ്പിച്ചതിന്റെ ബാക്കി? അത് തീർച്ചയായും ഒരു തന്ത്രപ്രധാനമായ ഒരു നീക്കം സുപ്രീം കോടതി നടത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ തന്നെ ഒരു മാതൃകാപരമായ നീക്കം സുപ്രീം കോടതി നടത്തിയിരിക്കുന്നു എന്നെല്ലാം തന്നെ ഇതിനെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് വൈകാരികമായ വിഷയമാണ്, അതോടൊപ്പം തന്നെ മതപരമായ വിഷയമാണെന്ന് സുപ്രീം കോടതിക്ക് ബോധ്യമുണ്ട്. അങ്ങനെ തന്നെ സുപ്രീം കോടതി വാദത്തിനിടെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുന്നതിന്റെ പിറകെ എന്തെല്ലാം തരത്തിൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാം തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യം സുപ്രീം കോടതിക്ക് ബോധ്യമുണ്ടെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതിൽ തന്നെ നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നത് മൂന്നംഗ പാനലിനെയാണ്. നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നത് മൂന്നംഗ പാനലിനെ സുപ്രീം കോടതി 5 അംഗ ഭരണഘടന ബെഞ്ച് ഏറ്റവും അതിന് അനുയോജ്യമായ വ്യക്തികളെ അതിൽ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരും മറ്റു വ്യക്തികളെല്ലാം തന്നെ ഇപ്പോൾ പ്രധാനമായി ആ കമ്മിറ്റി ആ പാനലിന്റെ ഒരു സവിശേഷതയാണ്. കാരണം ഇത് വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. കാരണം മധ്യസ്ഥ നടക്കട്ടെ എന്ന് തന്നെയാണ് സുപ്രീം കോടതി നിലപാട്. സുപ്രീം കോടതി വാദത്തിനിടെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. നിലവിൽ തന്നെ 3 വ്യക്തികൾക്കായി 3 സംഘടനകൾക്കായി തന്നെ 2010 അലഹബാദ് ഹൈക്കോടതി ഭൂമി വിഭജിച്ച് നൽകിയത്. 2.7 ഏക്കർ ഭൂമിയായിരുന്നു അലഹബാദ് ഹൈക്കോടതി നിർമോഹി അഖാഡ അതോടൊപ്പം തന്നെ രാംലല്ല സുന്നി വഖഫ് ബോർഡ് എന്നിവർക്ക് വിഭജിച്ച് നൽകിയത്. അതിൽ തന്നെ സുന്നി വഖഫ് ബോർഡ് അനുയോജ്യമായ തീരുമാനമെടുക്കുന്നു. ഈ വിഷയത്തിൽ ഞങ്ങൾ എല്ലാ തരത്തിലുമുള്ള മധ്യസ്ഥർച്ചകൾ തയ്യാറാണ്. മധ്യസ്ഥർച്ചകൾ നടക്കട്ടെ. മധ്യസ്ഥ ചർച്ചകൾക്ക് സുപ്രീം കോടതി തീരുമാനമെടുക്കുകയാണെങ്കിൽ അത് കക്ഷിയുടെ അഭിപ്രായം ചോദിക്കേണ്ട സാഹചര്യമില്ലെന്ന് പറഞ്ഞു. രാംലല്ലയും അതോടൊപ്പം തന്നെ ഈ ഉത്തർപ്രദേശ് സർക്കാർ അതുപോലെ ഹിന്ദു മഹാസഭകളെല്ലാം തന്നെയാണ് ഈ വിഷയത്തിൽ എതിർപ്പ് രേഖപ്പെടുത്തിയത്. രാംലല്ലയ്ക്ക് വേണ്ടി ഹാജരായ വൈദ്യനാഥൻ അഡ്വക്കേറ്റ് അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ തന്നെ സുപ്രീം കോടതി ഈ ഒരു വിധി പ്രസ്താവം ഉണ്ടാക്കാൻ അയോധ്യ ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പക്ഷേ അയോധ്യ രാമക്ഷേത്രം നിർമ്മിക്കണം. പക്ഷെ അതിന് പുറമെ തന്നെ പള്ളി നിർമ്മിക്കാൻ വേണ്ട സ്ഥലങ്ങളെല്ലാം തന്നെ നമുക്ക് തൊട്ടുപുറത്ത് നൽകാം. അതിന് പുറമെ തന്നെ അതിന് വേണ്ട പണം സമാഹരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നാണ് രാംലല്ല വാദിച്ചിരുന്നത്. പക്ഷെ അതൊന്നും തന്നെ സുപ്രീം കോടതി അംഗീകരിച്ചിട്ടില്ല. സുപ്രീം കോടതി നോക്കുന്നത് നിലവിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ വിഷയമാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ എങ്ങനെ മുറിവുണക്കാമെന്നാണ് സുപ്രീം കോടതി നോക്കുന്നതെന്നും എസ് എ ബോബ്ഡെ ഈ വാദപ്രതിവാദിയുടെ ചീഫ് ജസ്റ്റിസ് അടങ്ങിയ ബെഞ്ചിൽ നിന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. എസ് എ ബോബ്ഡെ പ്രധാനപ്പെട്ട പല
നിരീക്ഷണങ്ങളും ഈ അയോധ്യ കേസിന്റെ ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. കാരണം ഈ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ബോധ്യമുള്ള കോടതിക്ക് എന്തായാലും ഈ വിഷയം ഒത്തുതീർപ്പിലേക്ക് പോട്ടെ, അത് വിജയിക്കുമോ ഇല്ല എന്നുള്ളതല്ല വിഷയം. 5 അംഗ ഭരണഘടനാ ബെഞ്ചിൽ തന്നെ DY ചന്ദ്രചൂഡ് എന്ന ജസ്റ്റിസ് മാത്രമാണ് ഒരു ഭിന്നാഭിപ്രായം രേഖപ്പെടുത്തിയത് വാദിച്ചത്. പക്ഷേ ഭിന്നാഭിപ്രായം നമുക്ക് എടുത്തു പറയാൻ സാധിക്കില്ല. കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അയോധ്യ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരു എല്ലാ മധ്യസ്ഥ ചർച്ചകൾ നടക്കട്ടെ, പക്ഷേ അയോധ്യ കേസ് അതിന്റെ മധ്യസ്ഥ ചർച്ചകൾ ഫലപ്രാപ്തിയിൽ എത്തുമോ എന്നുള്ള വിഷയത്തിൽ ചർച്ച ഒരു സംശയം ഉണ്ടെന്നുള്ള കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. പക്ഷേ ബാക്കിയുള്ള 5 അംഗ ബെഞ്ച് തന്നെ എല്ലാവരും ഒരു മീഡിയേഷനുമായി മുന്നോട്ട് പോട്ടെ എന്ന തീരുമാനം. അല്ല ഹരീഷ്, അതൊരു തീർച്ചയായും ഈ ഘട്ടത്തിൽ നമുക്ക് മാറ്റി നിർത്താനാകില്ല. നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് സുപ്രീം കോടതിയുടെ ആ താല്പര്യം നടക്കട്ടെ എന്ന് തന്നെയാണ്. പക്ഷേ DY ചന്ദ്രചൂഡ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു സാധ്യത ഇപ്പോഴും മുന്നിലുണ്ട്, ഇത് അങ്ങനെ തീരുമോ എന്നുള്ളത്. പക്ഷെ അതുകൊണ്ടാണ് ഒരു സംശയമുള്ളത് ഹരീഷ്, എങ്ങനെയായിരിക്കും ഈ മധ്യസ്ഥ സമിതിയുടെ ഈ 8 ആഴ്ച ഉള്ള സമയം അവർ ഉപയോഗിക്കാൻ പോകുന്നത്? എന്തൊക്കെ നിലയിലുള്ള ഇടപെടലായിരിക്കും അവർ നടത്തുക? ഏതൊക്കെ നിലയിലായിരിക്കും സിറ്റിംഗുകൾ ഉണ്ടാവുക എന്ന വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ ഹരീഷ്? ഈ വിഷയത്തിൽ ആനന്ദ് കഴിഞ്ഞ ദിവസം തന്നെ കോടതി വാദപ്രതിവാദ ശേഷത്തിന് അന്ന് വൈകുന്നേരം തന്നെ കക്ഷികളോട് എല്ലാവരോടും ആരൊക്കെ വേണം കമ്മിറ്റി ഉൾപ്പെടുത്താൻ, പാനൽ ആരെല്ലാം വേണം, കക്ഷികൾക്ക് അതിന്റെ വേണ്ട പേരുകൾ നിർദ്ദേശിക്കാം എന്നൊരു ഉത്തരവ് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കക്ഷികൾ പേര് നൽകുകയും ചെയ്യും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പാനൽ കമ്മിറ്റിയാണ് വന്നിരിക്കുന്നത്. ആ പാനൽ കമ്മിറ്റി എന്ന് യോഗം ചെയ്യുന്നുള്ള കാര്യം തീരുമാനമായിട്ടില്ല. കാരണം അത് കമ്മിറ്റികൾ തീരുമാനിക്കേണ്ടതാണ്. ഈ പറയുന്ന കമ്മിറ്റിക്ക് പ്രധാനമായി എടുത്തു പറയേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഈ ആഴ്ച മധ്യസ്ഥ ചർച്ചകൾ തുടങ്ങണമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ ആഴ്ച തന്നെ മധ്യസ്ഥ ചർച്ചകൾ ആരംഭിക്കും. തുടർന്ന് ശേഷം 8 ആഴ്ചകളിൽ തന്നെ മധ്യസ്ഥ ചർച്ചകൾ പൂർത്തീകരിക്കണം. അതിനു പുറമെ 4 ആഴ്ചകളിൽ തന്നെ മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നതിന്റെ പുരോഗതി റിപ്പോർട്ട് സുപ്രീം കോടതി സമർപ്പിക്കുകയും വേണമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ സുപ്രീം കോടതി വ്യക്തമായി തന്നെ ഇതിനൊരു ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് തന്നെ ഒരു നിർദ്ദേശമാണ് സുപ്രീം കോടതി ഉത്തരവ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാഴ്ചകളിൽ തന്നെ നടപടി ആരംഭിക്കുക, 4 ആഴ്ചകളിൽ തന്നെ പുരോഗതി റിപ്പോർട്ട് സുപ്രീം കോടതി സമർപ്പിക്കുക, 8 ആഴ്ചകളിൽ തന്നെ എല്ലാ നടപടികളും പൂർത്തിയാക്കുക, മധ്യസ്ഥ ചർച്ചകൾ പൂർത്തീകരിക്കുക എന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ഇത് വൈകാരികമായ വിഷയമായതുകൊണ്ട് തന്നെയാണ് ഈ കോടതി ഒരു പക്ഷേ മാധ്യമങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിക്കുന്നത്. മാധ്യമം നൽകുന്ന വാർത്ത അത് ഏത് തരത്തിലാവാം, അത് ഓരോരുത്തർ അജണ്ടയുടെ അടിസ്ഥാനത്തിലായിരിക്കും എന്നുള്ള ബോധ്യം സുപ്രീം കോടതിക്കുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങളെ ഈ മീഡിയേഷൻ ബന്ധപ്പെട്ട വാർത്തയിൽ നിന്ന് മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ മീഡിയേഷൻ നടക്കുന്ന റൂമെല്ലാം തന്നെ ക്യാമറ വെച്ചിട്ടുണ്ടാവും. അതെല്ലാം തന്നെ വീഡിയോ പ്രകാരം റെക്കോർഡ് ചെയ്യും. SA ബോബ്ഡെ അന്ന് തന്നെ വ്യക്തമാക്കുന്നത് മീഡിയേഷൻ ചർച്ചകൾ വിജയത്തിലെത്തുകയാണെങ്കിൽ അത് സുപ്രീം കോടതി കൂടി അംഗീകരിക്കുകയാണെങ്കിൽ അത് വിധിയായി മാറും. എല്ലാ കക്ഷികളും ഇന്ത്യ ജനങ്ങളെല്ലാം തന്നെ അത് അംഗീകരിക്കേണ്ടി വരുമെന്നും സുപ്രീം കോടതിയിലെ 5 അംഗ ഭരണഘടനാ ബെഞ്ചിലെ വ്യക്തിയായിരിക്കുന്ന ജസ്റ്റിസ് ബോബ്ഡെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. ജസ്റ്റിസ് ഖലീഫുള്ള അധ്യക്ഷനായ സമിതിയാണ് മധ്യസ്ഥ വഹിക്കുക. സമിതിക്ക് ആവശ്യമെങ്കിൽ കൂടുതൽ അംഗങ്ങളെ ഉൾപ്പെടുത്താമെന്നും കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മധ്യസ്ഥ സമിതിക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ നൽകേണ്ടത് ഉത്തർപ്രദേശ് സർക്കാരാണ്. ഉത്തർപ്രദേശിലെ ഫൈസാബാദിൽ വെച്ചാണ് മീഡിയേഷനും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ഉത്തർപ്രദേശ് സർക്കാർ ചെയ്തു കൊടുക്കണമെന്നുള്ള ഉത്തരവ് സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത്. ഉത്തർപ്രദേശ് സർക്കാർ നിലപാട് വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ് ആനന്ദ്. കാരണം ഉത്തർപ്രദേശ് സർക്കാർ ഈ വിഷയത്തിൽ രാംലല്ലയും ഹിന്ദു മഹാസഭയും UP സർക്കാരും മാത്രമാണ് മീഡിയേഷൻ തീരെ സമ്മതിക്കാതിരുന്നത്. മീഡിയേഷൻ വേണ്ട, ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റിന്റെ കാര്യങ്ങൾ പോകണ്ട, കോടതി കേസ് വാദം കേൾക്കട്ടെ, കോടതി വിധി പറയട്ടെ നിലപാട് സ്വീകരിച്ചിരുന്നു. സുന്നി വഖഫ് ബോർഡ് അതിന് നേരെ വിപരീതമായ നിലപാട് സ്വീകരിച്ചു. എന്നാൽ സുപ്രീം കോടതി നോക്കുന്നത്, സുപ്രീം കോടതി എടുത്തു പറയേണ്ട വാക്ക് തന്നെയാണ്, എങ്ങനെ മുറിവുണക്കാം എന്നാണ് ഞങ്ങൾ നോക്കുന്നത് എന്നാണ് സുപ്രീം കോടതിയിൽ നിന്ന് SA ബോബ്ഡെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ മീഡിയേഷനിലെ കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇപ്പോൾ 3 അംഗ സമിതിയാണ്. പക്ഷെ നാളത്തോടു കൂടി തന്നെ ആ സമിതിയിൽ ആളുടെ എണ്ണം കൂടുമെന്നുള്ള കാര്യങ്ങൾ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം ആ 3 അംഗ സമിതിക്ക് കുറെ എല്ലാ തരത്തിലുമുള്ള ഒരു ഫ്രീഡം, ഒരു സ്വാതന്ത്ര്യം സുപ്രീം കോടതി നൽകിയിരിക്കുന്നു. കാരണം സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ കൂടുതൽ വ്യക്തികളെ ഇതിൽ ആഡ് ചെയ്യാം. അതിന് പുറമെ തന്നെ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ അഭിഭാഷകരുടെ സഹായം, മറ്റു പുറത്തുള്ള അഭിഭാഷക സഹായം വേണമെങ്കിൽ അതും സ്വീകരിക്കാമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. മധ്യസമിതിക്ക് വേണ്ട അടിസ്ഥാന സൗകര്യം ഉത്തർപ്രദേശ് സർക്കാർ നൽകുകയും വേണം. എന്തായാലും അതിന്റെ ഒരു അടിസ്ഥാന സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ വ്യക്തമായ ഒരു നിലപാട് സുപ്രീം കോടതി വ്യക്തമാക്കുന്നു. അതിന് വേണ്ട സൗകര്യങ്ങളെല്ലാം തന്നെ സുപ്രീം കോടതി നടത്തി കൊടുക്കുന്നു. ഇതിൽ തന്നെ നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്ന നേരത്തെ MR അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ ഇത് വിജയിക്കുമോ ഇല്ലയോ എന്നുള്ള വിഷയമാണ്. സുപ്രീം കോടതി ഇങ്ങനെ ഒരു മുൻകൈ എടുത്ത് മുന്നോട്ട് വരുന്നു. അതോടൊപ്പം തന്നെ ഈ സെലക്ഷൻ കമ്മിറ്റി, ഈ പാനലിനെ നമ്മൾ വളരെ വലിയ രീതിയിൽ തന്നെ അതിലെ വളരെ വലിയ വിജയം കൈവരിച്ച ഒരു കമ്മിറ്റി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം എല്ലാ തരത്തിലും കഴിവുള്ള 3 വ്യക്തികൾ തന്നെ, അതായത് മുൻ സുപ്രീം കോടതി തന്നെ ജസ്റ്റിസ് ആയിരുന്ന ഖലീഫുള്ള, അതോടുകൂടി CC രവിശങ്കർ. ഈ CC രവിശങ്കർ എന്ന വ്യക്തി കുറച്ചു മുന്നേ, വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഈ അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു മധ്യ ചർച്ചകൾക്കെല്ലാം തന്നെ ഒരു മേൽനോട്ടം വഹിക്കുക അല്ലെങ്കിൽ
അതിനുവേണ്ടി തയ്യാറെടുപ്പ് നടത്തിയ വ്യക്തി തന്നെയാണ്. ഈ വിഷയത്തിൽ ഗഹാർ എന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി ഒരു മധ്യസ്ഥ നടത്തിക്കൂടെ എന്നൊരു ഉച്ചോദ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചാൽ ഇന്ന് ഗഹാർ ചൂണ്ടിക്കാണിച്ചു, ഞാൻ വേണമെങ്കിൽ അതിന് മുൻകൈ എടുക്കാം, ഞാൻ മധ്യസ്ഥ നയിക്കാം എന്നെല്ലാം. കാരണം ഇത് വൈകാരികമായ വിഷയമാണെന്ന് സുപ്രീം കോടതി വ്യക്തമായ ബോധ്യമുണ്ട്. 130 കോടി ജനങ്ങളുടെ വിഷയമാണ് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നത് ഇത് തന്ത്രപ്രധാനമായ സുപ്രീം കോടതി നീക്കം തന്നെ, മാതൃകാപരമായ നീക്കം. കാരണം എല്ലാ വിഷയങ്ങളും ഇന്ത്യ എന്നൊരു മതേതര രാഷ്ട്രം വെച്ച് നോക്കുമ്പോൾ അവിടെ എല്ലാ ജനങ്ങൾക്കും ഒരു തുല്യത, എല്ലാ ജനങ്ങൾക്കും ജീവിക്കാനുള്ള സൗകര്യം, എല്ലാ തരത്തിലുമുള്ള ഒരു നാനാത്വത്തിൽ ഏകത്വം എന്നൊരു സങ്കല്പം കൊണ്ടുവരിക എന്നെല്ലാം തന്നെ ഭരണഘടനാപരമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മധ്യസ്ഥ ചർച്ചകൾക്ക് മുന്നോട്ട് പോകുന്നതും. സുന്നി വഖഫ് ബോർഡ് ഇതേ അനുകൂലിച്ചപ്പോൾ രാംലല്ലി ഹിന്ദു മഹാസഭയിൽ എതിർത്തപ്പോൾ തന്നെ SA ബോബ്ഡെ ചോദിച്ചിരുന്നു, നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ കാര്യം മധ്യസ്ഥ ചർച്ചകൾ വേണ്ട എന്ന് പറയുന്നത്? മധ്യസ്ഥ ചർച്ചകൾ നടക്കട്ടെ, അത് വിജയിക്കുമോ ഫലപ്രാപ്തി എത്തുമോ എന്നുള്ളതെല്ലാം അതിന് കാത്തിരുന്ന് കാണേണ്ട വിഷയമല്ലേ? എന്തടിസ്ഥാനത്തിലാണ് ഒരു കമ്മിറ്റി പാനൽ തീരുമാനിക്കുന്ന മുന്നേ തന്നെ പരാജയപ്പെടുന്നത് എന്ന് പറയുന്നത്? അത് ശരിയായ നടപടിയാണോ എന്നടക്കം സുപ്രീം കോടതി ചോദിച്ചു. അപ്പൊ സുപ്രീം കോടതി വ്യക്തമായി തന്നെ ഈ വിഷയത്തിൽ ബോധ്യമുണ്ട്. എല്ലാ തരത്തിലും കോംപ്രമൈസ് അല്ലെങ്കിൽ മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹാരം കാണട്ടെ, എല്ലാ മുറികളും ഉണക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്നൊരു കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹരീഷ് വ്യക്തമാണ്. തീർച്ചയായും സമഗ്രമായി തന്നെയാണ് ഹരീഷ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും നേരത്തെ MR അഭിലാഷൊക്കെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ആത്മാർത്ഥമായ നമ്മുടെ പരമോന്നത കോടതിയുടെ ഒരു ഇടപെടലാണ്. ഒരു മുറിവ് ഈ രാജ്യത്തിനുണ്ടാകാൻ പാടില്ല. വളരെ കരുതലോടുകൂടി ജാഗ്രതയോടുകൂടി ഒരു മധ്യസ്ഥ സമിതിയെ, ആ സമിതിയിൽ തന്നെ വലിയ കരുതൽ സുപ്രീം കോടതി കാത്തുവച്ചിട്ടുണ്ട്. ആ നിലയിൽ കാര്യങ്ങൾ വിജയകരമായി വരട്ടെ എന്ന് തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം.